ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ടേസ്റ്റിലൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇഫ്താർ സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. നമുക്കിഷ്ടമുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 4 സവാള, അത്യാവശ്യം വലുപ്പത്തിലുള്ള 4 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ കൂടുതൽ കൂട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 3 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ്, ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം, അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി കുരുമുളക് പൊടി ചേർക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് പച്ചമുളക് പൊടികളുടെ മസാലയുടെ പച്ചമുളക് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ചെറുതായിട്ട് കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ട് പിച്ചിട്ട് എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഏതായാലും മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു ബീഫ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫാണ് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫായാലും കുഴപ്പമൊന്നുമില്ല. ബീഫൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി അവസാനം അത്യാവശ്യം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ പാകത്തിന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്തിട്ട് എരിവൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ബീഫിൻ്റെ തന്നെ വേണമെന്നില്ല, മുട്ട വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ നമുക്ക് ഏത് ടൈപ്പ് എങ്ങനെ വെജിറ്റബിളിൻ്റെ ആയാലും എങ്ങനെയായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ചെറിയൊരു ബൗളിൽ കുറച്ച് മൈദയും വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സമൂസ ലീഫാണ്. സമൂസ ലീഫിന് പകരം നമുക്ക് ദോശയായിട്ട് ചുട്ടെടുത്തിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ മൈദ ദോശയോ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുത്തിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സമൂസ ലീഫ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ സമൂസ റെഡിയാക്കി എടുക്കുന്ന പോലെ ഇതുപോലെ അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ സാധാരണ സമൂസ കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതേപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു ബൗളിൽ ഒരു കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സമോസയും ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയുടെ ബാറ്ററിന് പകരമായിട്ട് കുറച്ച് മൈദ കുറച്ച് ലൂസായിട്ട് കലക്കിയിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ബ്രെഡ് ക്രംസൊക്കെ മുകൾ ഭാഗത്ത് കോട്ട് ചെയ്തത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് മുകൾ ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു സമൂസ ലീഫും കൂടെ ഒന്ന് റെഡിയായിട്ട് കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതിയാവും. ഒരുപാട് ഡാർക്ക് കളറായിട്ട് പോവുകയും വേണ്ട. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി കറക്റ്റായിട്ട് വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. സാധാരണ സമൂസ കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സമൂസൻ്റെ റെസിപ്പി ഇടുമോ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിലും മുട്ടയിലും കോട്ട് ചെയ്തെടുക്കാതെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ സമൂസ പോലെ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.